காலை பொழுதாக விளைந்த கலையன்னமே நதியில் விளையாடி கொடியில் தலை சேவி நடந்த இளம் தென்றலே. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക്. അവരിന്ന് രാത്രി ഉംറക്ക് പോവുകയാണ്. അപ്പോൾ യാത്ര അയക്കാനായിട്ട് വന്നതാണ്. ഇവിടെ വന്ന ആദ്യത്തെ പരിപാടി ഗാർഡനൊക്കെ നടന്ന് കാണുക എന്നുള്ളതാണ്. എപ്പോഴും വരുമ്പോൾ നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. കുറേ പ്ലാന്റ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ടാവും, പൂക്കൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നടന്ന് കാണും. ആദ്യത്തെ ജോലി അതാണ് കേട്ടോ. നമുക്കിവിടെ ഇരിക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ നല്ല കിളികളുടെ ശബ്ദവും വെള്ളത്തിൻ്റെ ശബ്ദവും നല്ല കാറ്റും നല്ലൊരു സന്തോഷമാണ് ഇവിടെ ഇരിക്കുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് ഉള്ള സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അത് തന്നെയാണ് പ്രധാന കാരണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ്. ഞാനിങ്ങനെ നടന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഗാർഡൻ ടൂർ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും കാണുമ്പോൾ എപ്പോഴും എന്തോ പുതുമയാണ്. ഈ പുഴയിലേക്കാണ് നീന്താൻ പോവാട്ടോ. ഇപ്പം രാവിലെ എക്സസൈസ് അല്ലെങ്കിൽ നടക്കും. നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഉമ്മയും ഉപ്പയും. അങ്ങനെ പ്രായമായി എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാത്ത ആൾക്കാരാണ് കേട്ടോ. അവരെ എഫോർട്ടിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്ന ചെടികളും അതിൻ്റെ ചെടികളുടെ ഉന്മേഷവും ഒക്കെ. നന്നായിട്ട് കെയർ ചെയ്യും, അടങ്ങിയിരിക്കൊന്നുമില്ല. ഇതിനെ കെയർ ചെയ്യുക, അത് കണ്ട് ആസ്വദിക്കുക, അതാണ് മെയിൻ ഹോബി രണ്ടാൾക്കും. മാഷാ അല്ലാഹ്, ആരോഗ്യമുള്ള ആയുസ് ഉണ്ടാവട്ടെ. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിലൊരു സോങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്രദറിൻ്റെ മോള് ഷെയ്ക്ക പാടിയിട്ടുള്ളതാണ് കേട്ടോ. അവൾ അത്യാവശ്യം നന്നായിട്ട് പാടും. ചില ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കാതിരിക്കട്ടോ. ഒരു ഇമോജിയെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഇവിടെ വരും പോകുന്നല്ലാതെ പുറത്തോട്ടൊന്നും പോയി നോക്കാറില്ല. ഇന്ന് നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. ഇവിടെ അടുത്തായിട്ട് നല്ലൊരു തൂക്കുപാലുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു തൂക്കുപാലുണ്ട് ഈ പുഴേൻ്റെ കുറുകെ. അതും കാണാൻ പോയി. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിന്ന് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്, ജലദോഷമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ശബ്ദത്തിനുണ്ടാവും കേട്ടോ, ക്ഷമിക്കുക. ഇതാണ് കേട്ടോ ആ തൂക്കുപാലം. ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മളിവിടെ ഇപ്പോൾ താമസം തുടങ്ങിയിട്ട് 5-6 മാസമായി. പക്ഷേ
നമ്മൾ ഇങ്ങോട്ടൊന്നും വരാറില്ല കേട്ടോ. അത് ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.